എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി എന്നീ പരിശോധനാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് dhsc.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, ഈ ഒരു വെബ്സൈറ്റിൽ എക്സാമിനേഷൻ എന്നുള്ള ഭാഗത്ത് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, റിസൾട്ട്, ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്, അതായത് നിങ്ങൾക്ക് റീവാലുവേഷനിൽ 10% മാർക്ക് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു പൈസ നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അതായത് റീവാലുവേഷന് നിങ്ങൾ 500 രൂപ നൽകിയിട്ടുണ്ടാകും ഫീസായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റീവാലുവേഷന് ശേഷം വല്ല ചേഞ്ചും ഉണ്ടെങ്കിൽ, അതായത് മാർക്കിലെല്ലാം ചേഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ, അതായത് 10% മാർക്ക് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ സ്കൂളിൽ നിന്നും സ്കൂളിലെ പ്രിൻസിപ്പാൾ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആർക്കൊക്കെയാണ് റീവാലുവേഷന് മാർക്ക് ചേഞ്ച് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ചേഞ്ച് വരാത്ത വിദ്യാർത്ഥികളുടേത് നോ ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ഇവിടെ ആദ്യം കാണുന്നത് സ്ക്രൂട്ടിനിയുടെ റിസൾട്ടാണ്. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ആ ഒരു റീവാലുവേഷന് എത്ര മാർക്ക് വീതം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്കിവിടെ മൂന്നാമതായിട്ടൊരു ലിങ്ക് കാണാൻ സാധിക്കും. റീവാലുവേഷൻ റിസൾട്ട് ചേഞ്ച് വിത്ത് മാർക്ക് ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്, അതായത് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കൂട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അതായത് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് എത്ര മാർക്കായിരുന്നു, റീവാലുവേഷന് ശേഷം എത്ര മാർക്കാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് റീവാലുവേഷൻ അർഹതയുള്ളത് എന്നുള്ളത് കാണാം. അതിനായിട്ട് നിങ്ങൾ ഈ ഒരു പേജിൽ തന്നെ റീവാലുവേഷൻ റിസൾട്ട് 10% ആൻഡ് അബോവ് ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു ലിങ്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആർക്കൊക്കെയാണ്, അതായത് നിങ്ങൾക്ക് റീവാലുവേഷന് അർഹതയുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ റീവാലുവേഷന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. 10%ഓ അതിന് മുകളിലോ നിങ്ങൾക്ക് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. 10% എന്ന് പറഞ്ഞാൽ 60 മാർക്കിൽ 6 മാർക്ക് കൂടുതൽ ലഭിച്ചിരിക്കണം. അതായത് റീവാലുവേഷന് ശേഷം 6 മാർക്കോ അതിൽ കൂടുതലോ ലഭിക്കണം. അതുപോലെ 80 മാർക്ക് സബ്ജക്റ്റ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 8 മാർക്കോ അതിന് മുകളിലോ റീവാലുവേഷന് മുൻപുള്ളതിനേക്കാൾ കൂടിയിരിക്കണം. അങ്ങനെയെങ്കിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് തിരിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.